പുലർച്ചെ 10 മണിയായപ്പോൾ ഞാൻ ജോലിക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ. ഹൈവേയിലൊക്കെ ചെറുതായിട്ട് തിരക്ക് വന്ന് തുടങ്ങുന്നുണ്ട്. ഒരു കോൾ വന്നപ്പോൾ ഞാൻ വണ്ടി ഒന്ന് സൈഡാക്കിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഒരു ഡോക്ടർ കൊടുക്കാനുള്ള മരുന്ന് ഞാൻ എടുക്കാൻ മറന്നിരിക്കണു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമല്ലയ്യ. ആ സങ്കടത്തിൽ വണ്ടി ഓടിച്ച് വരുമ്പോൾ ഞാൻ സർവീസ് റോഡ് തിരിയാൻ മറന്നുപോയി. ഇനി ഫ്ലൈ ഓവർ മുഴുവൻ കയറി ഇറങ്ങണം. ഞാൻ ലേറ്റായി എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല. പിന്നെ എങ്ങനെ നേരം കളയാന്ന് ആലോചിച്ചപ്പോൾ നിൽക്കുന്ന ഒരു ചേട്ടൻ, നിങ്ങൾ ഈ വണ്ടികൾ പാർക്ക് ചെയ്യുമ്പോൾ മെനക്കി വെച്ച് പോയി ഞാൻ ബാക്കിയുള്ളവരെ പിന്നാലെ നടക്കേണ്ട അവസാനിപ്പിക്കായിരുന്നു. ഒരു 5-6 മിനിറ്റ് കത്തിവെപ്പ് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ വന്നു. പിന്നെ ഞാൻ എല്ലാ കസേര പോയിരുന്നു. ബുദ്ധിയുള്ളവർക്ക് പേപ്പർ വായിക്കേണ്ടെന്ന് ലാലേട്ടൻ ദൃശ്യത്തിൽ പറഞ്ഞതിന് ശേഷം ഈ സാമാനം ഞാൻ കൈകൊണ്ട് തൊട്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആരെങ്കിലുമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ വായിക്കുന്നത് കാണുമ്പോൾ കിട്ടാനൊരാഗ്രഹം. പേഷ്യൻസ് ഓരോരുത്തരായിട്ട് കണ്ടിറങ്ങി തുടങ്ങി. എന്നാൽ നമുക്ക് അങ്ങോട്ട് നീങ്ങിയാലോ. ഒരു കോൺവെക്സ് മിറർ കണ്ടപ്പോൾ വെറുതെ ഒരു വീഡിയോ എടുത്ത് നോക്കിയതാ. പിന്നീട് വന്ന വണ്ടിയുടെ ഹോണിൻ്റെ അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? എനിക്ക് മനസ്സിലായിട്ടാ. റോഡിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴ പെയ്തൊരു പ്രതീതി ഉണ്ട് കേട്ടോ. നമ്മുടെ മൂഡിനനുസരിച്ച് മാത്രം നമ്മൾ മഴയെ സ്നേഹിക്കാറില്ല. ചാരുകസേരയിൽ നിന്ന് മഴ കൊണ്ടാൽ മഴ സൂപ്പറാന്ന് പറയും. അതേ നമ്മൾ റെയിൻകോട്ട് എടുക്കാണ്ട് റോട്ടിലിറങ്ങി മഴ പെയ്താലോ? ഞാൻ പറഞ്ഞ പോലെ നാശിച്ച മഴ. മഴ ചെറുതായിട്ട് തോർന്ന പോലെ തോന്നുന്നുണ്ട്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ചലിക്കാം. മെല്ലെ മെല്ലെ മെല്ലെ. ഇതാണ് നമ്മുടെ ജോഷേട്ടൻ. കോടന്നൂർ ഭാഗത്ത് CVP മെഡിക്കൽസും ജോഷേട്ടൻ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും. ഷോപ്പിൽ തിരക്കില്ലേ വരുന്ന ഓരോ കസ്റ്റമറും ചിരിച്ചു പാളകിട്ടാണ് പോവുക. മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് 3-4 കൗണ്ടർ എന്തായാലും ഉണ്ടാവുന്നതാണ്. ശരാശരി ഒരു റപ്പിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ അവിടെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ പ്രായത്തിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇങ്ങനെയാണെങ്കിൽ ആയ കാലത്ത് ഇദ്ദേഹം എന്തോരം കൗണ്ടർ അടിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ ആലോചിച്ചത്. ഒരു കാൻഡിഡേറ്റ് എടുക്കാൻ നോക്കി ഞാൻ പിടിക്കപ്പെട്ടു. ഈ വീഡിയോക്ക് എന്നെ കോടതി കയറ്റുന്നാണ് പുള്ളി പറയണേ. മരുന്നൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഞാൻ അവിടുന്ന് നേരെ വിട്ടത് വിഭീഷണൻ്റെ അടിക്കണം കേട്ടോ. വിഭീഷണൻ്റെ ഒരു പനന്നുങ്കം മിൽക്കിൻ്റെ ഒരു ഫാനാണ് ഞാൻ. ഇപ്പം മഴയും ചൂടും വെയിലും ഒക്കെ കൂടി ഒരുമിച്ച് വന്നോണ്ടാണ് നല്ല ദാഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഗ്ലാസ് മേടിച്ചങ്ങ് അടിച്ചു. കണ്ടിട്ട് സഹിക്കണില്ല എന്നുള്ളതാ. എന്ത് പനന്നുങ്കം മിൽക്ക് അല്ല കേട്ടാ, ഈ ഐസറിന് ചേട്ടൻ്റെ മീശ ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കോളേജിലൊക്കെ ഞാൻ പൊളിച്ചേനെ. ഈ ചൂടത്ത് പാടത്തേക്ക് നോക്കിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കാല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ട് ആ പനന്നുങ്കം മിൽക്ക് കുടിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെയാ. ഓല ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു. ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയതാ. പിന്നെ കുറച്ച് നേരത്തേക്ക് അനങ്ങിയില്ല. അതും വെയിലത്ത് കുടിച്ച് അടക്കം തേച്ച് പോയി എന്നുള്ളതാണ്. ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാത്തുകയായിരുന്നു വീണ്ടും മഴ പെയ്യാനായിട്ട്. ചേട്ടാ, ടൈം ഒരുപാട് പോയോണ്ട് തന്നെ ഞാൻ ബാക്കി പരിപാടിയിലേക്ക് പോവാണ്. ടാറ്റ ബൈ.